കർത്താവിൻ്റെ പിന്നാലെ നടക്കുന്ന എല്ലാവരെയും ഹൃദയത്തിൽ തൊടേണ്ട ഒരു ടോപ്പിക്കാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ് വിശ്വാസിയുടെ വീഴ്ചയാണ്. പ്രിയപ്പെട്ടവരാൽ തള്ളിപ്പറയപ്പെട്ടവൻ്റെ നൊമ്പരം. ഇനി വരാനിരിക്കുന്ന എല്ലാ വിശ്വാസികളെയും പഠിപ്പിക്കാനായിട്ടാണ് ഈ പത്രോസിൻ്റെ ഡിനയൽ, തള്ളിപ്പറച്ചിൽ ബൈബിളിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇടം പിടിച്ചത്. കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട് പത്രോസ്, പക്ഷേ അവൻ ആശ്രയിച്ചത് തൻ്റെ തന്നെ ശക്തിയിലായിപ്പോയി. അവിടെയാണ് അപകടം. നല്ല ഉദ്ദേശങ്ങളുടെ ഉള്ളിലും ഒരു അഹങ്കാരം പതിയിരുപ്പാൻ സാധ്യതയുണ്ടെന്ന്. നെയിംസേക്ക് ക്രിസ്ത്യൻസ്, പേരുകൊണ്ട് ക്രിസ്ത്യാനികൾ, ഞായറാഴ്ച കുർബാന കൊണ്ട് ക്രിസ്ത്യാനികൾ, ഫെല്ലോഷിപ്പ് ക്രിസ്ത്യൻസ്, പക്ഷെ അകലം വിട്ട് അനുഗമിക്കുകയാണ്. വിശ്വാസ ജീവിതത്തിൽ കോംപ്രമൈസസിന് ഇടം കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹനത്തെ, പീഡകളെ ഭയപ്പെട്ടാൽ നമ്മൾ വിശ്വാസം അറിയാണ്ട് തള്ളി പറഞ്ഞു പോകും. കൈവിട്ടുപോയ, പടിയിറങ്ങിപ്പോയവരെയൊക്കെ തിരികെ വിളിക്കാൻ ബഹളങ്ങൾ വേണമെന്നില്ല. സ്നേഹപൂർവമായ, അലിവുള്ള, കരുണയുള്ള ഒരു നോട്ടം മതി പടിയിറങ്ങിപ്പോയ ആരെങ്കിലുമൊക്കെ തിരികെ വരാൻ. അവരും നോക്കിയിരിപ്പുണ്ട്. വീഴ്ച അവസാനമല്ല, തിരിച്ചുവരവ് ആരംഭമാണെന്ന് തിരിച്ചറിയാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മാർഗം, ദ വേ, വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ് ഫ്രം ആഷസ് ടു ഹല്ലേലൂയ. ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന നോമ്പുകാല ധ്യാനത്തിൻ്റെ 19ാമത്തെ അധ്യായത്തിലേക്ക്, ചാപ്റ്റർ 19 സ്നേഹപൂർവ്വം ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ പീലാത്തോസിൻ്റെ മുമ്പിൽ നിന്ന് ഈശോയെ നമ്മൾ ധ്യാനിച്ചു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം, ഇന്ന് യൗസേപ്പ് പിതാവിൻ്റെ പ്രതിഷ്ഠയുടെ ടോക്ക് 3 മണിക്ക് നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. എങ്ങനെയോ സംഭവിച്ചതാണ്. അതും ഇന്നത്തെ മാർഗത്തിൻ്റെ ഈ ടോക്കും തമ്മിൽ കുറച്ച് സാമ്യങ്ങളുണ്ട്. സാമ്യം എന്ന് വെച്ചാൽ പറയുന്ന വിഷയങ്ങളിലല്ല, പറയുന്ന ഉള്ളടക്കത്തിലല്ല, അതിൻ്റെ തീമിൽ ചെറിയ സാമ്യം വരുന്നുണ്ട്. ഞാനും അത്ഭുതപ്പെട്ടു. അതെങ്ങനെ വന്നല്ലോ, അത് കോയിൻസിഡൻസ് ആയിരുന്നല്ലോ, മേ ബി ദൈവത്തിൻ്റെ പദ്ധതിയാണല്ലോ എന്ന് ഏറ്റു പറയുന്നു. യെസ്, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ഇന്നത്തെ വിഷയം എല്ലാ മിശിഹ ശിഷ്യരെയും, കർത്താവിൻ്റെ പിന്നാലെ നടക്കുന്ന എല്ലാവരെയും ഹൃദയത്തിൽ തൊടേണ്ട ഒരു ടോപ്പിക്കാണ്. ഹൃദയത്തിൽ തൊടേണ്ട ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരല്പം മീഡിയോക്കർ ക്രിസ്ത്യാനിറ്റി ജീവിക്കുന്നവരുണ്ട്. മീഡിയോക്കർ ക്രിസ്ത്യാനിറ്റി എന്ന് വെച്ചാൽ ഒരിടയ്ക്ക് നിന്ന്, ഒത്തിരി അങ്ങോട്ട് അടുത്തോട്ടുമില്ല, അങ്ങനെ ദൂരെ പോയിട്ടുമില്ല, അങ്ങനെ ഇടയ്ക്കൊക്കെ നിന്ന് അങ്ങനെ ജീവിക്കുന്നവരുണ്ടല്ലോ. അങ്ങനെയുള്ളവർ നമ്മുടെയൊക്കെ സൗഹൃദത്തിലും ബന്ധത്തിലും ഒക്കെ ഉണ്ട്. അവരിലേക്കൊക്കെ ഇത് ഇന്ന് അയച്ചു കൊടുക്കണം. അവരെ ജഡ്ജ് ചെയ്യാനൊന്നുമല്ല, മറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ്, അതായത് വിശ്വാസിയുടെ വീഴ്ചയാണ്. വിശ്വാസിയുടെ വീഴ്ചയെ ധ്യാനിക്കുകയാണ്. കരുണ തുടങ്ങുന്ന ഒരിടത്തെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും എന്താണ് ഇന്നത്തെ വിഷയമെന്ന്. ഡിനയൽ ഓഫ് പീറ്റർ, പത്രോസിൻ്റെ തള്ളിപ്പറച്ചിലാണ് ഇന്നത്തെ വിഷയം. ഈ പത്രോസിൻ്റെ തള്ളിപ്പറച്ചിൽ ഏറെ പെയിൻഫുൾ ആകുന്നതിൻ്റെ കാരണം, ഈശോയെ തള്ളിപ്പറഞ്ഞത് അവൻ്റെ ശത്രു ആയിരുന്നില്ല, അവനെതിരെ ഗൂഢാലോചന നടത്തിയവരുടെ സംഘത്തിലുണ്ടായിരുന്ന ഒരാളല്ല, മറിച്ച് ഈശോയുടെ പ്രിയപ്പെട്ടവൻ തന്നെയാണ്. അവൻ്റെ ശിഷ്യൻ തന്നെ ഈശോയെ തള്ളിപ്പറയുമ്പോൾ ദാറ്റ്സ് ക്വൈറ്റ് പെയിൻഫുൾ. അതേറെ വേദനാജനകമാകുന്നു. അപരിചിതനല്ലെന്ന്, സ്ട്രേഞ്ചർ അല്ല തള്ളിപ്പറഞ്ഞത്, സുഹൃത്താണ്. നമുക്കൊക്കെ സമാന അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഈശോയുടെ ഹൃദയവും മനസ്സിലാകും ഈ കോണ്ടെക്സ്റ്റിൽ. പ്രിയപ്പെട്ടവരാൽ തള്ളിപ്പറയപ്പെട്ടവൻ്റെ നൊമ്പരം. അപ്പുറത്ത് നമ്മൾ തന്നെയും അത്ര പ്രിയപ്പെട്ട ചിലരെയൊക്കെ തള്ളിപ്പറഞ്ഞു പോയ, മിശിഹ തമ്പുരാനെ തൊട്ട് താഴോട്ട് ഇങ്ങോട്ട് തള്ളിപ്പറഞ്ഞു പോയ നേരങ്ങളെ ധ്യാനിക്കാൻ പറ്റും. ഇതെന്തിനാണ് സുവിശേഷത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്? അതൊരു സംശയമാണ് ചിലർക്കൊക്കെ. അതായത് ഇത് നാണക്കേടല്ലേ? പത്രോസ്, ശിഷ്യപ്രമുഖൻ, ആദ്യത്തെ മാർപ്പാപ്പ, അദ്ദേഹത്തിൻ്റെ ഈ ഒരു വീഴ്ച, അദ്ദേഹം ഈശോയെ 3 ആവർ തള്ളിപ്പറഞ്ഞത്, വൈ ഷുഡ് ഇറ്റ് ബി റെക്കോർഡ് ഇൻ ദ ബൈബിൾ? എന്തിനത്? അതൊരു നാണക്കേടായി പോയില്ലേ അത് ബൈബിളിൽ കുറിച്ചിട്ടത്? അങ്ങനെയല്ല അതിനെ ചിന്തിക്കേണ്ടത്. അതൊരു നാണത്തിൻ്റെ, ഒരു ഷെയിമിൻ്റെ വിഷയമല്ല, മറിച്ച് സഭയെ പഠിപ്പിക്കുകയാണ്. ഒരു നിത്യസത്യം, ഒരു പെർമനൻ്റ് ട്രൂത്ത് ഇനി വരാനിരിക്കുന്ന എല്ലാ വിശ്വാസികളെയും പഠിപ്പിക്കാനായിട്ടാണ് ഈ പത്രോസിൻ്റെ ഡിനയൽ, തള്ളിപ്പറച്ചിൽ ബൈബിളിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇടം പിടിച്ചത്. അതെന്താണത്? ക്രിസ്ത്യൻ ലൈഫ് സസ്റ്റെയിൻസ് നോട്ട് അപ്പോൺ യുവർ കോൺഫിഡൻസ് ബട്ട് ഓൺ ദ ഡിപ്പെൻഡൻസ് ഓൺ ക്രൈസ്റ്റ്. നമുക്ക് ഈ ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ
നമ്മളിലുള്ള വിശ്വാസം കൊണ്ട് നടക്കുകയില്ല. അങ്ങനെ നടക്കുമായിരുന്നെങ്കിൽ പത്രോസ് ഈശോയെ തള്ളി പറയേണ്ടി വരില്ലായിരുന്നു. ഇറ്റ്സ് ഓൾ അബൌട്ട് ഡിപ്പെൻഡൻസ്. കർത്താവിൽ ആശ്രയിക്കാതെ നമ്മളിൽ ആശ്രയം വെച്ച് ഈ ജീവിതം ജീവിക്കാൻ പറ്റില്ല എന്നതാണ് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. സുവിശേഷത്തിൽ നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട, പറ്റുന്നവർ എടുത്ത് വായിക്കേണ്ട ഭാഗങ്ങൾ: ഒന്ന്, ലൂക്ക 22-ാം അധ്യായം 61 മുതൽ 62 വരെ. അത് 54 തൊട്ട് ഇങ്ങോട്ട് ഈ നറേഷൻ കിടപ്പുണ്ട്. ലൂക്ക 22, 54 തൊട്ട് 61, 62 വാക്യങ്ങളിലാണ് പത്രോസ് പുറത്തുപോയി മനം നൊന്ത് പൊട്ടിക്കരഞ്ഞത് കിടക്കുന്നത്. മർക്കോസ് 14:30 ഈശോ പറയുന്നുണ്ട്, കോഴി കൂവുന്നതിന് മുമ്പ് പത്രോസെ നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുവിടാ. മത്തായി 26:35 പറയുന്നുണ്ട്, മരിക്കേണ്ടി വന്നാലും ഞാൻ എൻ്റെ കർത്താവിനെ വിട്ടുപോകില്ല, തള്ളിപ്പറയില്ല എന്ന്. അത് പറഞ്ഞിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ പത്രോസിന് ഈശോയെ തള്ളിപ്പറയേണ്ടി വന്നു. അത്ര ബലഹീനനാണ് പത്രോസ് എന്ന് പത്രോസിനും നമുക്കും തിരിച്ചറിവ് കിട്ടുകയാണ്. പത്രോസിൽ നമ്മൾ നമ്മളെ തന്നെ കാണുകയാണ്. പഴയ നിയമത്തിലേക്ക് പോകാം. പഴയ നിയമത്തിൽ ഇതിന് സമാനമായത് എന്താണ്? കർത്താവ് തെരഞ്ഞെടുത്തവരുടെ വീഴ്ചയും വീണ്ടെടുപ്പും നമുക്ക് ബൈബിളിൽ പല സ്ഥലത്ത് കാണാൻ പറ്റും. കർത്താവ് തിരഞ്ഞെടുത്തവർ ഒരു ഘട്ടത്തിൽ വീണുപോയിട്ട് വീണിടം കൊണ്ട് അവസാനിക്കുന്നില്ല, അവർ തിരിച്ചു വരുന്നു. കർത്താവിൻ്റെ കരുണയാൽ അവർ തിരിച്ചു വരുന്നു. ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ചില ഉദാഹരണങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, ദാവീദ്, കർത്താവിൻ്റെ ഹൃദയത്തിനിണങ്ങിയവൻ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് അഭിഷേകം ചെയ്തവൻ വീണു പോകുന്നു, കർത്താവിൻ്റെ കരുണയിലേക്ക് തിരിച്ചു വരുന്നു. ഏലിയ പ്രവാചകൻ, ഒരു ഘട്ടത്തിൽ ഭയം അയാളെ തോൽപ്പിച്ച് ഏലിയ വീണു പോകുന്നുണ്ട്, അവിടുന്ന് കർത്താവ് അവനെ വീണ്ടും ഉയർത്തുന്നു. യോന പ്രവാചകൻ, കർത്താവ് വീണു പോകുന്നു, പ്രവാചകനാണ്, വീണു പോകുന്നു, ദൂരത്തകന്നു പോകുന്നു, വീണ്ടും കർത്താവിൻ്റെ മനസ്സിലേക്ക്, കർത്താവിൻ്റെ പദ്ധതിയിലേക്ക് തിരികെ വരുന്നു. ഇത് നമുക്കിങ്ങനെ റക്കറിങ് ആയിട്ട് ബൈബിളിൽ കാണാൻ പറ്റും. അതിൻ്റെ മറ്റൊരു വേർഷനാണ് പത്രോസിൻ്റെ വീഴ്ചയും തിരിച്ചുവരവുമെന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, പഴയ നിയമത്തിൽ കാണാൻ പറ്റുന്നത് ഫിയർ ഫാക്ടർ, ഭയം. ഇതാണ് നമ്മൾ ഇന്ന് യൗസപിതാവിൻ്റെ പ്രതിഷ്ഠയിലും പറഞ്ഞ കാര്യം. യൗസപിതാവ് ധീരനാണെന്നുള്ളത് ഈ കോണ്ടെക്സ്റ്റ്. ഭയം മനുഷ്യനെ നയിക്കുന്ന ഒരു ഡ്രൈവിംഗ് ഫോഴ്സായിട്ട് പലപ്പോഴും ഭയം മാറുന്നുണ്ട്. അതൊരു അപകടവുമാണ്. അതായത് ആദം ഭയത്താൽ നയിക്കപ്പെട്ട് പാത്തിരുന്നു. ഇസ്രായേൽ മരുഭൂമിയിൽ അവർ ഭയപ്പെട്ടു, പ്രതിസന്ധികളെ, ചുറ്റുമുള്ള അപകടങ്ങളെ ഭയപ്പെടുന്നു. പ്രവാചകന്മാർ റിജക്ഷനെ, ജനത്തിൽ നിന്ന് ലഭിക്കുന്ന തള്ളിപ്പറച്ചിലിനെ ഭയപ്പെടുന്നു. അപ്പോൾ ഈ ഭയം നമ്മളെ നയിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ രീതി എങ്ങനെയൊക്കെയാകും? ഒന്നുകിൽ നമ്മൾ ഹൈഡ് ചെയ്യാൻ തുടങ്ങും, ആദത്തെ പോലെ നമ്മൾ ഹൈഡ് ചെയ്യാൻ തുടങ്ങും. പലപ്പോഴും നമുക്കതാണ്, ഭയം കാരണം മറഞ്ഞിരിക്കുന്നവരുടെ എണ്ണമേറുന്നുണ്ട്. 2, ഭയം മൂലം നമ്മൾ കള്ളം പറയും. ഇവിടെ പത്രോസ് ഇതെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. പത്രോസ് ഒരു മൂലയ്ക്ക് മറഞ്ഞിരിക്കാൻ ശ്രമിക്കുന്നു, പത്രോസ് ഭയം മൂലം കള്ളം പറയുന്നു, ഡിനയൽ, തള്ളിപ്പറയുന്നു, പത്രോസ് തള്ളിപ്പറയുന്നു. ഇത് ഈ ഭയത്താൽ നയിക്കപ്പെടുന്ന മനുഷ്യർ ആണ് നമ്മളെങ്കിൽ അതിൻ്റെ പിന്നാലെ വരുന്ന അപകടത്തെക്കുറിച്ചുള്ള സൂചനകളാണ്. ഇനി രക്ഷാകര ചരിത്രം മുഴുവൻ എടുത്താൽ, സാൽവേഷൻ ഹിസ്റ്ററി മുഴുവൻ എടുത്താൽ, ഈ പത്രോസിൻ്റെ തള്ളിപ്പറച്ചിലിനുള്ള പ്രാധാന്യം എന്താണ്? അതൊരു കേവലം ഒരൊറ്റ ഇൻസിഡൻ്റ് ആയിട്ട് വിചാരിക്കരുത്, ഏകപ്പെട്ട സംഭവമായിട്ട് വിചാരിക്കരുത്. അതൊരു വൈഡ് ക്യാൻവാസിൽ വേണം കാണാൻ വേണ്ടി. അതായത് ഒരു വശത്ത് വിശ്വാസം, അപ്പുറത്ത് വീഴ്ച, ഫെയ്ത്ത് ആൻഡ് ഫെയിലിയർ. ഇത് നമ്മുടെയൊക്കെ ലൈഫിൽ അന്ന് തൊട്ട് ഇന്നോളം ഉള്ളതാണ്. വിശ്വാസമുണ്ട്, പക്ഷെ വീണു പോകുന്നു, ഫെയ്ത്ത് ആൻഡ് ഫെയിലിയർ. അടുത്തത് ഡിസയർ ആൻഡ് വീക്ക്നെസ്. ആഗ്രഹമുണ്ട് കർത്താവിനോട് ചേർന്നിരിക്കാൻ, പക്ഷെ ബലഹീനത കാരണം കഴിയാതെ പോകുന്നു. അപ്പോൾ ഈ വാക്കുകൾ ഓർത്ത് വെച്ചേക്ക്. ഫെയ്ത്ത് ആൻഡ് ഫെയിലിയർ, ഡിസയർ ആൻഡ് വീക്ക്നെസ്. ഇത് നമ്മളിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടെൻഷനാണ്. ആ ടെൻഷൻ്റെ നറേഷനാണ് പത്രോസിൽ നമ്മൾ കാണുന്നത്. അതായത് നമ്മൾ എപ്പോഴും ഓർത്തു വെക്കേണ്ടത്, ഗോഡ് ചൂസസ് ഇംപെർഫെക്റ്റ് പീപ്പിൾ സോ ദാറ്റ് ഗ്രേസ് മേ ബി വിസിബിൾ. കർത്താവ് നിസ്സാരരായ, ബലഹീനരായ മനുഷ്യരെ തെരഞ്ഞെടുക്കുന്നു. എന്താ കാര്യം? അതുകൊണ്ട് തന്നെ കൃപ വെളിപ്പെടും. കൃപ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. ദൈവകൃപയാലാണ് അയാളിത് ചെയ്യുന്നത്. ബലഹീനനാണ്, പക്ഷേ തിരിച്ചു വന്നിട്ട് കൃപയിൽ അയാൾ പൊതിയപ്പെടുന്ന അനുഭവം ഉണ്ടാകും. ഇനി നമുക്ക് ആ പത്രോസിൻ്റെ വീഴ്ചയുടെ അല്പം കൂടെ അകത്തോട്ട് കയറിയാലോ, ഇൻ ഡെപ്ത് പോയാലോ. പത്രോസിൻ്റെ വീഴ്ച, എന്തുകൊണ്ട് അങ്ങനെ ഒരു വീഴ്ച പത്രോസിന് സംഭവിച്ചു? ശിഷ്യപ്രമുഖൻ കേപ്പ, പത്രോസെ നീ പാറയാകുന്നു, നീ കേപ്പയാകുന്നു, ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയും. കർത്താവ് ഏറ്റവും പ്രാധാന്യത്തോടെ സ്ഥാനമേൽപ്പിച്ചതാണ് പത്രോസിനെ. പിന്നെന്താ പത്രോസ് വീഴാൻ കാര്യം?
നമ്മൾ പത്രോസിൻ്റെ മേൽ കുറ്റം ആരോപിക്കുകയല്ല, മറിച്ച് ജഡ്ജ് ചെയ്യുകയല്ല, മറിച്ച് നമ്മൾ തിരിച്ചറിയുകയാണ് ഈ അപകടമൊക്കെ നമ്മളിലുണ്ടെങ്കിൽ ഒരു വീഴ്ച നമ്മുടെ വഴിയിലുമുണ്ടെന്ന് തിരിച്ചറിയണം. അതാണ്. അപ്പോൾ ഒരു 3-4 കാര്യങ്ങൾ പറയാം. വേഗം ഒന്ന്. എന്തായിരിക്കും പത്രോസ് വീഴാൻ കാര്യം? ഒന്ന് ഓവർ കോൺഫിഡൻസ്. നമുക്ക് നമ്മുടേതായിട്ട് ചിന്തിക്കുക കേട്ടോ, അതാ അങ്ങനത്തെ വാക്കൊക്കെ പറയുന്നത്. ഓവർ കോൺഫിഡൻസ് എന്താണത്? കാരണം പത്രോസിന് ഈശോയോട് നല്ല സ്നേഹമുണ്ട്. നിങ്ങൾ ആരും ഓർത്തേക്കരുത് പത്രോസ് ഒരു മോശം മനുഷ്യനാണെന്ന്. ബാക്കിയുള്ള ശിഷ്യന്മാർ ഓടിയ വഴിക്ക് പുല്ല് മുളച്ചിട്ടില്ലല്ലോ. അപ്പോൾ പത്രോസിന് ഭേദമെന്നല്ല, പത്രോസിന് ഈശോയോട് ഭയങ്കര സ്നേഹമാണ്. കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട് പത്രോസ്. പക്ഷേ അവൻ ആശ്രയിച്ചത് തൻ്റെ തന്നെ ശക്തിയിലായിപ്പോയി. അവിടെയാണ് അപകടം. നമുക്ക് കർത്താവിനോട് സ്നേഹമുണ്ട്, പക്ഷെ ആശ്രയം വെക്കുന്നത് കർത്താവിലാണോ നമ്മുടെ ശക്തിയിലാണ്. പത്രോസ് ഈ ലക്ഷണം കുറച്ച് മുമ്പ് തൊട്ടേ കാണിക്കാൻ തുടങ്ങി. പത്രോസ് വാളെടുത്തപ്പോൾ തൊട്ടേ സ്നേഹമാണ്, ഉള്ളിൽ മുഴുവൻ സ്നേഹമാണ്, ചെയ്യുന്നതൊക്കെ സ്നേഹം കൊണ്ടാണ്. പക്ഷെ ആശ്രയം വയ്ക്കുന്നത് എവിടെയാണ്? ആശ്രയം വയ്ക്കുന്നത് സ്വന്തം വാളിലും സ്വന്തം ശക്തിയിലുമാണെങ്കിൽ ഒരു വീഴ്ച കാത്തിരിപ്പുണ്ട് എന്നോർക്കണം. പത്രോസിന് മനസ്സിലാകുന്നില്ല അയാളിലെ ഭയം, അയാളിലെ ഫ്രജിലിറ്റി, അയാൾ ഫ്രജൈലാണ്, ബലഹീനാണ് എന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മനസ്സിലാക്കാതെ കർത്താവിനുള്ള സ്നേഹം ഉള്ളതുകൊണ്ട് മാത്രമായില്ല, ആശ്രയം കർത്താവിൽ വെക്കണം. ഈ ഒരു വാക്യം ഓർത്ത് വെച്ചേക്ക്. പ്രൈഡ് ഈസ് ഓഫൻ ഹിഡൻ ഇൻസൈഡ് ഗുഡ് ഇൻറ്റൻഷൻസ്. പ്രൈഡ് ഈസ് ഓഫൻ ഹിഡൻ ഇൻസൈഡ് ഗുഡ് ഇൻറ്റൻഷൻസ്. നല്ല ഉദ്ദേശങ്ങളുടെ ഉള്ളിലും ഒരു അഹങ്കാരം പതിയിരുപ്പാൻ സാധ്യതയുണ്ടെന്ന്. ചെയ്യുന്നത് നല്ല കാര്യമാണ്, കർത്താവിനോട് സ്നേഹമുണ്ട്. പക്ഷെ അത് കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുമ്പോഴും ഡീപ്പ് ഇൻസൈഡ് ഉള്ളിൽ ഒരു അഹങ്കാരം ഇരിപ്പുണ്ടോ? ഈ അഹങ്കാരം എന്താ? എന്നെ കൊണ്ടിത് ചെയ്യാൻ പറ്റും, ഇതെൻ്റെ മിടുക്കാണ്, ഇതെൻ്റെ കഴിവാണ് എന്നൊരു സാധനമുണ്ടോ? പത്രോസിനൊരു പക്ഷേ അത്തരമൊരു ഓവർ കോൺഫിഡൻസ് വിനയായി മാറിയിട്ടുണ്ടാകാം. അടുത്തത്, രണ്ടാമത്തെ അപകടം, ഐസൊലേഷൻ ഫ്രം ജീസസ്. കർത്താവിൽ നിന്ന് അകലം പാലിച്ചു. നമ്മൾ വായിക്കുന്നുണ്ട് പത്രോസ് അകലമിട്ട് ഈശോയെ അനുഗമിച്ചു. നമ്മൾ ഓർത്തേക്കണേ, ഇന്ന് സ്വദേശത്തും വിദേശത്തുമൊക്കെ ആയിരിക്കും നമ്മുടെ മനുഷ്യർ. ഈ അകലമിട്ട് അനുഗമിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. നെയിം സേക്ക് ക്രിസ്ത്യൻസ്, പേരുകൊണ്ട് ക്രിസ്ത്യാനികൾ, ഞായറാഴ്ച കുർബാന കൊണ്ട് ക്രിസ്ത്യാനികൾ, ഫെല്ലോഷിപ്പ് ക്രിസ്ത്യൻസ്. പക്ഷേ അകലമിട്ട് അനുഗമിക്കുകയാണ്. അപകടമാണ്. ഈ അകലമിട്ട് അനുഗമിക്കുക എന്ന് വെച്ചാൽ പ്രാർത്ഥന കുറയുന്നു ജീവിതത്തിൽ. നമുക്കറിയാം നമ്മുടെ ധൈര്യമൊക്കെ ചോർന്നു പോകുന്നു. അകലമിട്ടതിന് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുകയാണ്. പേടി നമ്മളെ കീഴ്പ്പെടുത്തി തുടങ്ങുന്നു. അടുത്തത്, നമ്മുടെ വഴിയിൽ അനാവശ്യമായ പ്രലോഭനങ്ങൾ കൂടുന്നു. നേരത്തേതിലും പ്രലോഭനങ്ങൾ നമ്മുടെ വഴിയിൽ കൂടുന്നു. എന്ന് വെച്ചാൽ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അകലം കൂടിയിട്ടുണ്ട് കർത്താവുമായിട്ട്. കർത്താവിൻ്റെ പുറകെ നടക്കുന്നുണ്ടെങ്കിൽ പറ്റിപ്പിടിച്ച് ചേർന്ന് പിടിച്ച് നടന്നോണം. അതാണ് പത്രോസിന് പറ്റിയ അടുത്ത അപകടം. കർത്താവിൽ നിന്ന് അകലമിട്ടു. മൂന്നാമത്തത്, ദ വാർമിംഗ് ഫയർ. ചൂട് കാഞ്ഞു, അല്ലേ? ചൂടേറ്റു. തീക്കരികിൽ പോയിരുന്ന് തീ കാഞ്ഞു. പത്രോസ് ചൂട് തേടി തീയുടെ അടുത്ത് പോയിരുന്നു. തീയുടെ അടുത്ത് പോയിരുന്നുള്ളതല്ല, ഇത് ആരാണ് അതിൻ്റെ അവിടെ ഇരിക്കുന്നത്, ആരുടെ അടുത്ത് പോയാണ് ഇരുന്നത്? ഇത് എ കൈൻഡ് ഓഫ് കോംപ്രമൈസ്. പത്രോസിനറിയാം ഇവന്മാരൊക്കെ ഒരു വകയാണ്, ഇവന്മാരൊക്കെ എൻ്റെ കർത്താവും എൻ്റെ ഗുരുവും നാഥനുമായവനെ ഒറ്റിയവനും കൊല്ലാൻ തുനിയുന്നവരുമൊക്കെയാണ് ഈ കൂട്ടത്തിൽ, അവരൊക്കെയാണിത്. ആ കൂട്ടത്തിൽ പത്രോസ് പോയിരിക്കുമ്പോൾ പത്രോസ് ചെയ്തതെന്നറിയാമോ? ആ വാക്കിൻ്റെ പേരാണ് കോംപ്രമൈസ്. ഈച്ച് കോംപ്രമൈസ് വിൽ എൻഡ് അപ്പ് ഇൻ ഡിനയൽ. ഇതിപ്പോൾ ഇത്രയും അങ്ങോട്ട് ചെയ്ത് എന്നാ കുഴപ്പം? ഇത്രയല്ലേ ഉള്ളൂ, ഇതിപ്പോൾ എന്നെ അത്ര വലിയ പ്രശ്നമാണോ? ഒന്ന് അവിടെ പോയി ഇരുന്നെന്നല്ലേ ഉള്ളൂ. മിയർ കോംപ്രമൈസസ് വിൽ എൻഡ് അപ്പ് ഇൻ ഡിനയൽ. ഇതോർത്തേക്കാണ്. അതായത് ഞാൻ എവിടെ നിന്നാണ് ആശ്വാസം തേടുന്നത്? ചിലപ്പോൾ നമ്മൾ തോന്നും അങ്ങനെ അവിടെ ഒന്ന് ഇരുന്നുകൊണ്ട് അവരോടൊന്ന് മിണ്ടിയത് കൊണ്ട് ഒരു ആശ്വാസമല്ലേ കിട്ടുന്നത്? നല്ലതാണ്, ആശ്വാസമാണ് കിട്ടുന്നത്. ആ ആശ്വാസം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നമുക്ക് വേണമെങ്കിൽ പറയാം. തണുത്ത് വിറച്ചിരിക്കാതെ ഒരല്പം ചൂട് കിട്ടാൻ ആ പ്രസൻസ് നല്ലതാണെന്ന് തോന്നും. പക്ഷേ ചോദ്യം ഒന്നുണ്ട്, എവിടെ നിന്നാണ് നീ ആശ്വാസം തേടുന്നത്? ഫ്രം വെയർ യു ആർ സീക്കിംഗ് ദിസ് കംഫർട്ട്. എവിടെ നിന്നാണ് ഈ ആശ്വാസം കിട്ടുന്നത്? അത് കിട്ടുന്ന സോഴ്സ് നല്ലതല്ലെങ്കിൽ ആ ഇവിള് നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്യും. കോംപ്രമൈസ് ഇസ് ദ ബിഗിനിങ് ഓഫ് ഡിനയൽ. അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ കോംപ്രമൈസസിന് ഇടം കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തത്, ദ ഫിയർ ഓഫ് സഫറിങ്. സഹനത്തോടുള്ള ഭയം. പത്രോസിനറിയാം ഈശോയെ അവർ പിടിച്ചുകൊണ്ട് പോകുന്നത്, ഈശോയെ അവർ ദ്രോഹിക്കും, ഈശോയെ അവർ ഉപദ്രവിക്കും, അവർ കുരിശേറ്റുമെന്ന് തിട്ടമില്ലെങ്കിലും പീഡനം ഉണ്ടെന്നറിയാം. അപ്പോൾ പത്രോസിന് എന്ത് പറ്റുന്നു? പത്രോസിന് ഭയം, പത്രോസിന് നാണം,
പത്രോസിന് ഈ സഹനത്തോടുള്ള അകലം, ഇതെല്ലാം കൊണ്ട് പത്രോസ് തള്ളിപ്പറഞ്ഞു. സഹനത്തെ ഭയപ്പെട്ടാൽ, സഹനത്തെ പീഡകളെ ഭയപ്പെട്ടാൽ നമ്മൾ വിശ്വാസം അറിയാണ്ട് തള്ളിപ്പറഞ്ഞു പോകും. ഈ ഫിയർ ഫാക്ടർ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പത്രോസിനോട് ചേർന്ന് നമ്മളെയും കൂടെ വിലയിരുത്താൻ നമുക്ക് ഉപകാരപ്പെടട്ടെ. പിതാക്കന്മാരിലേക്ക് വരാം. അഗസ്തിനോസ് പുണ്യാളൻ പറയുന്ന, പിതാക്കന്മാരുടെ ചിന്തകൾ വേഗം വേഗം പറയാം, പക്ഷെ നല്ലതാണ്. അഗസ്തിനോസ് പുണ്യാളൻ പറയുന്നൊരു കാര്യം, പത്രോസിൻ്റെ കണ്ണീര് അവൻ്റെ മാമോദീസ ആവുകയാണെന്നാണ്. പത്രോസിൻ്റെ കണ്ണീര് അവൻ്റെ മാമോദീസ ആകുകയാണ്. മാമോദീസ പാപത്തിൽ നമ്മളെ വേർപെടുത്തുകയല്ലേ. പത്രോസ് അവൻ്റെ കണ്ണീര് അവന് മാമോദീസയാകുന്നു. ആ കണ്ണീര് അവന് കൃപയാകുന്നു. അവന് കൃപയാകുന്നു. ടിയർ ഈസ് ബിക്കമിങ് ഗ്രേസ്. ചില നേരത്ത് നമുക്കും അങ്ങനെയാണ് കേട്ടോ. കർത്താവിൽ നിന്ന് അകന്നതിൻ്റെ നീറ്റലിൽ ഒന്ന് കണ്ണു നിറയുമ്പോൾ ആ കണ്ണീര് നമുക്ക് മാമോദീസയുടെ അനുഭവമാകും. ആ കണ്ണീര് നമുക്ക് കൃപയാകും. അംബ്രോസ് പിതാവ് പറയുന്ന കാര്യം കർത്താവിൻ്റെ നോട്ടത്തെക്കുറിച്ചാണ്. കർത്താവ് പത്രോസിനെ തിരിഞ്ഞു നോക്കി, എന്നിട്ട് പറയാണ്, ആ നോട്ടം കണ്ടംനേഷനല്ല, അത് കുറ്റപ്പെടുത്തലിൻ്റെ നോട്ടമല്ല, അത് കരുണയുടെ നോട്ടമാണ്. ആ കരുണയുടെ നോട്ടത്തിൽ പത്രോസിനെ തിരിച്ചു കിട്ടുകയാണ്. എന്നിട്ട് നമുക്കുമുള്ള ധ്യാനമാണത്. ഈശോ ഒച്ച വെച്ചില്ല, ഈശോ ബഹളം വെച്ചില്ല, ഈശോ വഴക്കുണ്ടാക്കിയില്ല. ഒരു നോട്ടം, ആ നോട്ടത്തിൽ സ്നേഹത്തിൻ്റെ ആർദ്രതയിൽ പത്രോസ് തിരികെ വരും. ചിലപ്പോൾ കൈവിട്ടുപോയ, പടിയിറങ്ങിപ്പോയവരെയൊക്കെ തിരികെ വിളിക്കാൻ ബഹളങ്ങൾ വേണമെന്നില്ല, ആക്രോശങ്ങളും ഒച്ചപ്പാടുള്ള തിരുത്തലുകളും വേണമെന്നില്ല. സ്നേഹപൂർവമായ, അലിവുള്ള, കരുണയുള്ള ഒരു നോട്ടം മതി പടിയിറങ്ങിപ്പോയ ആരെങ്കിലുമൊക്കെ തിരികെ വരാൻ. അവരും നോക്കിയിരിപ്പുണ്ട്. കരുണയുള്ളൊരു കണ്ണ് ഞങ്ങളെ തേടുന്നുണ്ടോ? വിധിവാക്യം ഉച്ചരിക്കാൻ നാവുകളേറെയുള്ളപ്പോൾ, ക്രൂരതയോടെ വെറുപ്പോടെ നോക്കുന്ന കണ്ണുകളേറെയുള്ളപ്പോൾ, കരുണയുടെ ഒരു കണ്ണ് ഞങ്ങളെ തേടുന്നുണ്ടോ എന്ന് പടിയിറങ്ങിപ്പോയവരും പരതുന്നുണ്ട്. പത്രോസ് കണ്ടു കർത്താവിൻ്റെ കരുണയുള്ള കണ്ണ്. പത്രോസ് കർത്താവിലേക്ക് തിരികെ വരുന്നു. അംബ്രോസ് പിതാവ് പറയുന്നത്, എന്തിനായിരിക്കും പത്രോസിൻ്റെ ഈ വീഴ്ച? അതിൻ്റെ ഒരു പർപ്പസ്, ടെലയോളജിയാണ് ഈ അംബ്രോസ് പിതാവ് ധ്യാനിക്കുന്നത്. നല്ലൊരു കാര്യം പറയുന്നുണ്ടറിയാമോ? അതായത് ദ ഫോൾ ദറ്റ് പ്രിപ്പയർസ് ദ ഷെപ്പേർഡ്, ഇടയനെ ഒരുക്കിയ വീഴ്ചയാണത്. ഇടയനെ ഒരുക്കുകയായിരുന്നു. ആരാണ് ഇനി അടുത്ത ഇടയനായിട്ട് ഈശോ ഏൽപ്പിക്കുന്നത്? പത്രോസിനെയാണ്. ഇടയനെ വീഴ്ചയാലെ ഇടയൻ ഒരുക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഇനി പത്രോസ് പാപികളോട് മൃദുവായി അവരെ സമീപിക്കും. ഇനി പത്രോസ് ബലഹീനരെ തകർക്കില്ല. ഇനി പത്രോസ് കരുണയോടെ അവൻ്റെ ഇടയധർമ്മം, ഇടയ ശുശ്രൂഷ നിർവഹിക്കും. കാരണം എന്താ? അവൻ തന്നെ ഒരിക്കൽ വീണുപോയവനല്ലേ. വൂണ്ടഡ് ഹീലറായിട്ട് പത്രോസും മാറുകയാണ്. മുറിവേറ്റ സൗഖ്യദായകനാകുവാൻ ഇവിടെ പത്രോസിന് മുറിവേൽക്കുകയാണ്. നമ്മുടെ ചില മുറിവുകൾ ഭാവിയിൽ മറ്റുള്ളവരിലേക്ക് കരുണ പകരാനുള്ള ഒരുക്കത്തിൻ്റെ കാലമായിട്ട് കൂടി തിരിച്ചറിയണം. സഭയുടെ പഠിപ്പിരിൽ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 1846 to 1848 അവിടെ പറയുന്ന കാര്യം, ഈ പാപത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് കരുണയുടെ വാതിൽ തുറക്കും. അവയർനെസ് ഓഫ് സിൻ ഓപ്പൺസ് ദ ഡോർ ഓഫ് മേഴ്സി. ഇന്ന് നമുക്ക് ഈ പാപത്തെക്കുറിച്ച് തിരിച്ചറിവില്ലാത്തത് കൊണ്ട് കർത്താവിൻ്റെ കരുണ നമ്മളിലേക്ക് എത്തുന്നില്ല. CCC 976 to 983 പാപം മോചിക്കാൻ സഭയ്ക്കുള്ള അധികാരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. കർത്താവിൻ്റെ പാപമോചനത്തിൻ്റെ ശുശ്രൂഷ സഭയിലൂടെ തുടരുന്നുണ്ടെന്നുള്ള പ്രബോധനം നമുക്കവിടെ കാണാൻ പറ്റും. നമുക്കിന്ന് ഇതിൻ്റെ സമാപനത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്കും ആത്മശോധന ചെയ്യാം. പ്രത്യേകിച്ച് ആ പത്രോസ് വീണുപോയ 4 കാര്യങ്ങളില്ലേ, ഓവർ കോൺഫിഡൻസ്, ഐസൊലേഷൻ ഫ്രം ജീസസ്, എവിടെയാണ് ചൂട് പറ്റി നിൽക്കുന്നത്, ഈ തീ കൂട്ടിയിടത്ത് ഏത് സൗഹൃദത്തിൽ, ഏത് കൂട്ടത്തിലാണ് ഞാൻ പോയിരിക്കുന്നത്. 4-മത്തത്, എന്താണ് എൻ്റെ ഭയം? ആ ഭയം എന്നെ കർത്താവിൽ നിന്ന് അകറ്റുന്നുണ്ടോ? നമ്മൾ ഓർക്കണം, ഫോളിങ് ഇസ് നോട്ട് ദ എൻഡ്. ഫോളിങ് ഇസ് നോട്ട് ദ എൻഡ്. റിട്ടേണിങ് ഇസ് ദ ബിഗിനിങ്. ഫോളിങ് ഇസ് നോട്ട് ദ എൻഡ്. വീഴ്ച അവസാനമല്ല, തിരിച്ചുവരവ് ആരംഭമാണ്. ഫോളിങ് ഈസ് നോട്ട് ദ എൻഡ്, റിട്ടേണിങ് ഇസ് ദ ബിഗിനിങ്. വീഴ്ച അവസാനമല്ല, തിരിച്ചുവരവ് ആരംഭമാണെന്ന് തിരിച്ചറിയാം. ഇന്ന് ഈ ധ്യാനം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ കാണേണ്ടതെന്നറിയാമോ? നിങ്ങൾ കാണേണ്ടത്, യെറ്റ് ദ ലുക്ക് ഓഫ് ജീസസ് ഈസ് സീക്കിങ് അസ്. സ്റ്റിൽ ദ ലുക്ക് ഓഫ് ജീസസ് ഈസ് സീക്കിങ് അസ്. കർത്താവിൻ്റെ നോട്ടം നമ്മളെ തേടുന്നുണ്ട്. കർത്താവുമായി ഒളിച്ചു കളിക്കാൻ നിൽക്കാതെ, ആദത്തെ പോലെ പാത്തിരിക്കാൻ ശ്രമിക്കാതെ, കർത്താവിൻ്റെ കരുണയുള്ള കണ്ണിലേക്ക് നമുക്ക് നോക്കാം. കർത്താവിൻ്റെ സ്നേഹാശ്ലേഷത്തിലേക്ക് നമുക്ക് ചേരാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായി ഈശോ മിശിഹായേ, പത്രോസിനെ പോലെ
ഞങ്ങളും പല ആവർത്തി നിന്നെ തള്ളിപ്പറഞ്ഞു പോകുന്നുണ്ട് ഈശോയെ. സ്നേഹമേറെ ഉണ്ടെങ്കിലും ഞങ്ങൾ ആശ്രയം വെച്ചത് പലപ്പോഴും ഞങ്ങളിൽ തന്നെയായിപ്പോയി. ആഗ്രഹമേറെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ ബലഹീനതകൾ ഞങ്ങളെ തോൽപ്പിച്ചു കളയുന്നു ഈശോയെ. കരുണയോടെ നിൻ്റെ കരുണ അനുഭവിച്ച് നിൻ്റെ കരുണയുടെ സന്നിധിയിലേക്ക് തിരികെ വരാൻ ഞങ്ങളെ നീ ഒരുക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.